എല്ലാവർക്കും സജിതാസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കിങ്ഡം ഫഞ്ച്. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. ഫഞ്ച് എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിലെത്തുന്ന ആദ്യത്തെ പോയിൻ്റാണ് ഫഞ്ച് ആർ ഹെറ്ററോട്രോഫിക്. എല്ലാ ഫംഗസും ഹെറ്ററോട്രോഫിക്കാണ്. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ദേ ആർ യൂകാരിയോട്ടിക്. ഫംഗസ് യൂകാരിയോട്സ് ആണ്. ദേ ആർ മൾട്ടി സെല്ലുലാർ. ഫംഗസ് മൾട്ടി സെല്ലുലാർ ആണ്. ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്, ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ്. ഓർത്ത് വെക്കുക, ഈസ്റ്റ് യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. ഇനി ഇവരുടെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിനും പോളിസാക്കറൈഡും കൊണ്ടാണ്. സെൽ വോൾ എന്തുകൊണ്ടാണ്? കൈറ്റിൻ പ്ലസ് പോളിസാക്കറൈഡ്. ഇനി ഇവരെ പ്രധാനമായും കാണപ്പെടുന്നത് ഹ്യൂമിഡ് ഏരിയാസിലാണ്. വാം ആൻഡ് ഹ്യൂമിഡ് ഏരിയാസിൽ. ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് ഏരിയാസ്. ഇനി ഇവരുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത് ഫിലമെൻറ്റസ് ആണ്. എന്ന് പറഞ്ഞാൽ ലോങ് സ്ലെൻഡർ ഫിലമെൻറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇവരുടെ ബോഡി ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഫിലമെൻറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒരുമിച്ച് ചേർന്ന് ഒരു നെറ്റ് വർക്ക് പോലെ കാണപ്പെടുന്നു. ഈ നെറ്റ് വർക്കിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട് മൈസീലിയം. ഇനി ഈ ഇൻഡിവിജ്വൽ ഫിലമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഫെ. ഓക്കെ, നമുക്കത് എഴുതി നോക്കിയാലോ. ഹൈഫെ എന്താണ്? ഹൈഫെ ഫംഗൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് long slender thread like structures called hyphae. ഇനി ഈ ഹൈഫെ എന്താണ്? മൈസീലിയം. നെറ്റ്വർക്ക് ഓഫ് ഹൈഫെ, അതിനാണ് നമ്മൾ പറയുന്നത് മൈസീലിയം. ഓക്കെ. ഇനി ചില ഹൈഫയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചില ഹൈഫെ സീനോസിറ്റിക് ആണ്. സം ഹൈഫെ ആർ സീനോസിറ്റിക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഹൈഫെ ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല? ഇടയ്ക്ക് സെപ്റ്റ ഉണ്ടാവില്ല, ക്രോസ് വാളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ടാകും. എന്തുണ്ടാവില്ല? വിത്തൗട്ട് ക്രോസ് വാൾ. ഇതിനിടയിൽ ക്രോസ് വാളുകൾ ഉണ്ടാവില്ല. ഓക്കെ. ഇനി ചിലതെന്താണ്? സം ആർ സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ക്രോസ് വാൾസ്. അതിനിടയിൽ എന്തുണ്ടാവും? ക്രോസ് വാളുകൾ ഉണ്ടാവും. ഇതുപോലെ ക്രോസ് വാളുകൾ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗസ് ആണ്. എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ്റെ ബേസിൽ ഫംഗസിനെ പ്രധാനമായും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 സാപ്രോഫൈറ്റ്സ്, 2 പാരസൈറ്റ്സ്, 3 സിംബയോൺസ്. എന്താ സാപ്രോഫൈറ്റിക് ഫംഗസ് എന്ന് പറഞ്ഞാൽ? അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ നിന്നും ഭക്ഷണം ന്യൂട്രിയൻസ് സ്വീകരിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? സാപ്രോഫൈറ്റുകൾ എന്ന് പറയും. പാരസൈറ്റ്സ് എന്താണ്? ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം എ ലിവിങ് ഹോസ്റ്റ്. ജീവനുള്ള ഒരു ജീവിയുടെ ശരീരത്തിനകത്തോ പുറത്തോ ജീവിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? പാരസൈറ്റുകൾ എന്ന് പറയും. ഇനി സിംബയോൺസ് എന്ന് പറഞ്ഞാൽ ലീവ് ഇൻ എ മ്യൂച്വലി ബെനിഫിഷ്യൽ അസോസിയേഷൻ വിത്ത് അതർ ഓർഗാനിസം. മറ്റൊരു ഓർഗാനിസവുമായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ജീവിക്കുന്ന ഫംഗസ്. അതായത് 2 പാർട്ട്ണർക്കും ഒരേപോലെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആ റിലേഷനെ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയും. ഇവിടെ 2 തരത്തിലുള്ള അസോസിയേഷനാണുള്ളത്. ഒന്നിനെ നമ്മൾ ലൈക്കൻ എന്ന് പറയും, രണ്ടാമത്തേത് മൈക്കോറൈസ. എന്താണ് ലൈക്കൻ? സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചെ. ആൽഗയും ഫംഗസും ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ലൈക്കൻ എന്ന് പറയും. നമുക്കറിയാം ആൽഗെ ഫോട്ടോസിന്തറ്റിക് ആണ്. അതുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫംഗസിന് കൊടുക്കും. ഫംഗസ് ഷെൽട്ടർ ആർക്ക് കൊടുക്കും? ആൽഗയ്ക്ക് കൊടുക്കും. ചില മിനറൽസ് അബ്സോർബ് ചെയ്യാനും ഫംഗസ് സഹായിക്കും. ഓക്കെ. ദെൻ മൈക്കോറൈസ
എന്താണ് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. വലിയ മരങ്ങളുടെ റൂട്ടിൽ ഫംഗസ് ജീവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? മൈക്കോറൈസ എന്ന് പറയും. ഈ ഒരു ഫംഗൽ റിലേഷൻ കൊണ്ട് പ്ലാന്റിന് വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യാനും റെസിസ്റ്റൻ്റ് പവർ കിട്ടാനും ഒക്കെ സഹായിക്കും. പകരം ഫംഗസിന് ഫുഡ് കൊടുക്കാൻ ആര് സഹായിക്കും? നമ്മുടെ പ്ലാന്റ് സഹായിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് റീപ്രൊഡക്ഷൻ ഓഫ് ഫംഗസ്. പ്രധാനമായും ഫംഗസിന് 3 തരത്തിലുള്ള റീപ്രൊഡക്ഷനാണ് ഉള്ളത്. 1 വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, 2 എസെക്ഷൽ റീപ്രൊഡക്ഷൻ, 3 സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമുക്കറിയാം, വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും പുതിയൊരു ഓർഗാനിസം ഫോം ചെയ്യുന്നു. ഇത് പ്രധാനമായും 3 തരത്തിലാണുള്ളത്. 1 ഫ്രാഗ്മെൻറ്റേഷൻ, ഒന്നാമത്തത് ഫ്രാഗ്മെൻറ്റേഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഹൈഫെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായി മുറിയുന്നു. ഈ ഓരോ ഫ്രാഗ്മെൻറ്റിനും എന്തിനുള്ള കഴിവുണ്ട്? പുതിയൊരു ഓർഗാനിസമായിട്ട് മാറാനുള്ള കഴിവുണ്ട്. രണ്ടാമത്തത് ഫിഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഹൈഫെ 2ആയിട്ട് മുറിയുന്നു. അത് 2 പുതിയ ഓർഗാനിസമായിട്ട് ഫംഗസായിട്ട് മാറുന്നു. മൂന്നാമത്തതാണ് ബഡ്ഡിങ്. ഈ ബഡ്ഡിങ് നടക്കുന്നത് സാധാരണ ഈസ്റ്റിലാണ്. ഇതിപ്പോൾ ഒരു യൂണിസെല്ലുലർ ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരു ബഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. ആ ബഡ് എന്ത് ചെയ്യും? മെച്ചുറാവും. അത് പേരൻറ്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പുതിയൊരു ഇൻഡിവിജ്വൽ ഓർഗാനിസമായിട്ട് വളരും. ഓക്കെ ആണല്ലോ. അടുത്ത എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. ഈ എസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? സിംഗിൾ പേരൻ്റാണ്. ഇവിടെ 2 പേരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോടെയാണ് എന്ത് നടക്കുന്നത്? റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു പ്രത്യേകത, ഫംഗസിൻ്റെ എസെക്ഷൽ റീപ്രൊഡക്ഷനും സ്പോറുകൾ വഴിയാണ്, സെക്ഷൽ റീപ്രൊഡക്ഷനും സ്പോറുകൾ വഴിയാണ്. ഇതിനെ നമ്മൾ എസെക്ഷൽ സ്പോർ എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ സെക്ഷൽ സ്പോറുകൾ എന്ന് പറയും. ഓക്കെ. ഇനി എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു ത്രൂ എസെക്ഷൽ സ്പോർസ്, എസെക്ഷൽ സ്പോറുകൾ വഴി. ഇനി ഏതൊക്കെയാണ് ആ സ്പോറ്? ഒന്നാമത്തത് കൊനീഡിയ അല്ലെങ്കിൽ കൊനീഡിയോ സ്പോറുകളാണ്. രണ്ടാമത്തത് സ്പൊറാഞ്ചിയോ സ്പോറുകളാണ്, സ്പൊറാഞ്ചിയോ സ്പോർ. മൂന്നാമത്തത് സൂസ്പോർ, സൂസ്പോർ. ഓക്കെ. ഇപ്പോൾ കൊനീഡിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇങ്ങനെ ഒരു സ്റ്റോക്ക് പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ താലസിൽ നിന്നൊരു സ്റ്റോക്ക് വരും. അതിനെ നമ്മൾ കൊനീഡിയോ 4 എന്ന് പറയും. അവിടെ എന്ത് ചെയ്യും? അതിനറ്റത്ത് ഇങ്ങനെ കൊനീഡിയ അല്ലെങ്കിൽ സ്പോറുകൾ കാണപ്പെടും. ഇത് എക്സോജീനസ് ആണ്. പ്രത്യേകമായ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനുള്ളിലൊന്നും അല്ല ഈ കൊനീഡിയോ സ്പോർസ് കാണപ്പെടുന്നത്. ഓക്കെ. സൂസ്പോർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, മോട്ടൈലായിട്ടുള്ള സ്പോറുകളെയാണ് സൂസ്പോർ എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പോൾ സ്പൊറാഞ്ചിയോ സ്പോർ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പ്ലാന്റ് ബോർഡ് അല്ലെങ്കിൽ ഒരു താലസിൽ നിന്ന് ഒരു സ്റ്റോക്ക് ഉണ്ടാവും. അതിൻ്റെ അറ്റത്ത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ സ്പൊറാഞ്ചിയ എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? സ്പോറുകൾ ഉണ്ടാവും. ഓക്കെ. ഇത് മോട്ടയിലാണ് നമ്മൾ സൂസ്പോർ എന്ന് പറയും. ഈ സ്പോറ് എന്ത് ചെയ്യും? പുതിയ ഓർഗാനിസമായിട്ട് മണ്ണിൽ വീണ് പുതിയ ഫംഗസായിട്ട് മാറും. ഓക്കെ. ഇനി അടുത്താണ് എന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ ദർ ഈസ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് 2 പേരൻസ്. അവിടെ 2 പേരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോടെയാണ് എന്ത് നടക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോറുകൾ വഴിയാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു ഇല്ലേ. പ്രധാനപ്പെട്ട സ്പോറുകളാണ് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോറുകളാണ് ഊസ്പോർസ്, പിന്നെയോ ആസ്കോസ്പോർസ്, പിന്നെ ബെസിഡിയോസ്പോർസ്. ഓക്കെ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് 3 സ്റ്റെപ്പുകളിലൂടെയാണ്. ഓക്കെ. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്ലാസ്മോഗമി, രണ്ടാമത്തെ സ്റ്റെപ്പാണ് കാരിയോഗമി, മൂന്നാമത്തത് മിയോസിസ്. ഇനി പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് 2 ഹാപ്ലോയിഡ് സെൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു ഫംഗസ് ആണെന്ന് വിചാരിക്കുക, 2 ഫംഗൽ മൈസീലിയാണെന്ന് വിചാരിക്കുക. ഇവരുടെ സെല്ലുകൾ എന്ത് ചെയ്യും? ഒരുമിച്ച് ചേർന്ന് വരും. എന്നിട്ട് ഈ സെല്ലുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഫ്യൂഷൻ നടക്കും. ഓക്കെ. അപ്പോൾ എന്താണ് പ്ലാസ്മോഗമി? പ്രോട്ടോപ്ലാസം. ഇവിടെ ഈ സെല്ലിലെ പ്രോട്ടോപ്ലാസവും ഈ സെല്ലിലെ പ്രോട്ടോപ്ലാസവും തമ്മിൽ എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. അവിടെ എന്തിൻ്റെ ഫ്യൂഷൻ നടക്കുന്നില്ല? ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ നടക്കുന്നില്ല.
ഓക്കെ ആണല്ലോ. അപ്പോൾ പ്ലാസ്മോഗമി, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, ഫ്യൂഷൻ ഓഫ് protoplasm of two haploid cells, ഫംഗൽ സെൽസ് ഹാപ്ലോയിഡാണ് നമുക്കറിയാം അല്ലേ. ദെൻ കാരിയോഗമി, അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ പ്ലാസ്മോഗമിക്ക് ശേഷം എന്ത് ചെയ്യും? ഈ രണ്ട് സെല്ലിൻ്റെയും ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും, രണ്ട് ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാരിയോഗമി, ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയർ ടു ന്യൂക്ലിയർ. ഓക്കെ. ദെൻ അടുത്തതാണ് മിയോസിസ്. മിയോസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൈഗോട്ട്, അതായത് ഇവിടെ ഇങ്ങനെ ഫ്യൂഷൻ നടന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ രണ്ട് പേരുടെയും ആദ്യം പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തു, പിന്നെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തു, പിന്നെ അതെന്തായി മാറും? ഒരു സൈഗോട്ടായിട്ട് മാറും. ഇനി നമുക്ക് സൈഗോട്ട് എന്ന് വിളിക്കാം. ഓക്കെ. ഈ സൈഗോട്ടിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ ഡിവിഷൻ നടക്കും, അല്ലെങ്കിൽ മിയോസിസ് നടന്ന് അതെന്തായി മാറും? ഹാപ്ലോയിഡ് സ്പോറുകളായിട്ട് മാറും. ഈ ഓരോ സ്പോറും ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു ഫംഗസ് ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? സൈഗോട്ട് അണ്ടർഗോ മിയോസിസ്. സൈഗോട്ടിന് മിയോസിസ് നടക്കുന്നു, അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നു. എന്നിട്ട് എന്തായി മാറുന്നു? ഫോം ഹാപ്ലോയിഡ് സ്പോർസ്. ഓക്കെ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ, പ്ലാസ്മോഗമി, അവിടെ എന്താ നടക്കുന്നത്? പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷൻ നടക്കുന്നു, അവിടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നില്ല. കാരിയോഗമിയിലാണ് എന്ത് നടക്കുന്നത്? സെക്കൻഡ് സ്റ്റേജിൽ ന്യൂക്ലിയസ്, രണ്ട് പേരൻറ്റിൻ്റെ ഓരോ ന്യൂക്ലിയസ് വീതം രണ്ടെണ്ണം ഫ്യൂസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ കാരിയോഗമി എന്ന് പറയുന്നു. അതിനുശേഷം സൈഗോട്ട് ഫോർമേഷൻ നടന്ന് എന്തായി മാറുന്നു? സൈഗോട്ടിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് സ്പോറുകളാണെന്ന് സ്പോർ ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഒരു കൊച്ചു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് ഡൈകാരിയോ ഫേസ് അല്ലെങ്കിൽ ഡൈകാരിയോൺ ആണ്. ഡൈകാരിയോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് ഒന്നാകുമെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ചില കേസിൽ, അതായത് ബെസിഡിയോമൈസെറ്റസ്, ആസ്കോമൈസെറ്റസ് തുടങ്ങിയ ഫംഗസിൽ എന്ത് നടക്കില്ല? പെട്ടെന്ന് ഈ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യില്ല. എന്ത് സംഭവിക്കും? ന്യൂക്ലിയസ് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് തന്നെ ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ആയിട്ട് അവിടെ നിൽക്കും. കുറച്ച് കഴിഞ്ഞ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവർ കാരിയോഗമിയിലേക്ക് പോവുകയുള്ളൂ, അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ഫ്യൂഷൻ നടക്കുകയുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ ഈ സെല്ലിനെ നമ്മൾ എന്ത് പറയും? ഡൈകാരിയോൺ എന്ന് പറയും. എ സെൽ വിച്ച് ക്യാരി ടു ന്യൂക്ലിയസ് ഫ്രം ടു ഡിസ്റ്റിങ്ക്റ്റ് പേരൻസ്. രണ്ട് വ്യത്യസ്തമായ പേരൻറ്റിൻ്റെ ന്യൂക്ലിയസിനെ വഹിക്കുന്ന ഫംഗൽ സെല്ലിനെ നമ്മൾ എന്ത് പറയും? ഡൈകാരിയോൺ എന്ന് പറയും. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിനെ നമ്മൾ എന്ത് പറയും? ഡൈകാരിയോ ഫേസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. നമുക്ക് എഴുതി നോക്കാം. ദി കണ്ടീഷൻ, ഡൈകാരിയോട്ടിക് ഫേസ്, ദി കണ്ടീഷൻ ഇൻ വിച്ച് എ ഫംഗൽ സെൽ contains two distinct haploid nuclei. എവിടെ നിന്നാ? ഫ്രം ടു പേരൻസ്. ഇതിന് നമ്മൾ എന്ത് പറയും? ഡൈകാരിയോൺ എന്ന് പറയും ഈ ഫേസിനെ. ആൻഡ് ദി ഫേസ് അല്ലെങ്കിൽ സ്റ്റേജ് ഈസ് കോൾഡ് ഡൈകാരിയോ ഫേസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷനോ ഫങ്ഷൻ. അത് നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.